ജപ്പാനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയാണ് ജപ്പാനിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരു ജോബ് കിട്ടിയത്. ഇനി ഞാൻ വന്നത് ഹയർ സ്റ്റഡീസിന് വന്നിട്ട് അങ്ങനെ ഇവിടെ വന്ന് പ്ലേസ്ഡ് ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി ത്രൂ വന്നിട്ടുള്ളതാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നാട്ടിൽ നിന്നുകൊണ്ട് സ്റ്റുഡൻസിനാണെങ്കിൽ ഹയർ സ്റ്റഡീസിന് ഇങ്ങോട്ട് എങ്ങനെ വരാൻ പറ്റും, അതുപോലെ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ അവർക്ക് എങ്ങനെ ജോബിന് ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ക്വിസാറ്റിൽ ഫൈനൽ ഇയർ ഓഫ് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ജാപ്പനീസ് ഗവൺമെന്റിന്റെ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഇന്റേൺഷിപ്പിന്റെ പാർട്ടായിട്ട് ഇപ്പോൾ ഞാൻ കറന്റ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു 2 വീക്സ് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇന്റേൺഷിപ്പ് ആയിരുന്നു. അത് ഒരു രൂപ പോലും ചെലവില്ലാതെ ഫുള്ളി ഫണ്ടഡ് ബൈ ജാപ്പനീസ് ഗവൺമെന്റ് ആയിരുന്നു. അങ്ങനെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് കോളേജിൽ കണ്ടിന്യൂ ചെയ്ത സമയത്ത് ഈ ഒരു സെയിം കമ്പനിയിൽ ഞാൻ ഫുൾ ടൈം റോളിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫോർച്യുനേറ്റ്ലി അന്ന് ഇന്റേൺഷിപ്പിന് വന്നിട്ടുണ്ടായിരുന്ന 5 സ്റ്റുഡൻസിൽ 3 പേർക്ക് നമുക്ക് ഫുൾ ടൈം ഓഫർ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കമ്പനിയിൽ ഒരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് ജോയിൻ ചെയ്തത്. ആക്ച്വലി ഞാൻ 2024 ജാനുവരിയിലാണ് 2 വീക്സ് ഇന്റേൺഷിപ്പിന് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 2024 ജൂലൈയിലാണ് ഞാൻ ഗ്രാജുവേറ്റഡ് ആവുന്നത് ക്വിസാറ്റിൽ നിന്ന്. അങ്ങനെ 2024 ഒക്ടോബറിലാണ് എൻ്റെ COE ഒക്കെ കിട്ടി, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി ഒക്കെ കിട്ടി ഞാൻ ജപ്പാനിലോട്ട് എൻ്റെ ഫുൾ ടൈം ജോബിന് വേണ്ടിയിട്ട് വരുന്നത്. ഇനി നാട്ടിൽ നിന്നുകൊണ്ട് എങ്ങനെ നിങ്ങൾക്കും ജപ്പാനിലോട്ട് സ്റ്റഡീസിനാണെങ്കിലും വർക്കിനാണെങ്കിലും വരാൻ പറ്റുമെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ സ്റ്റുഡൻസ് ആണെങ്കിൽ ജാപ്പനീസ് ഗവൺമെന്റിന്റെ ഒരുപാട് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ളതും പാർഷ്യലി ഫണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് സ്കോളർഷിപ്പ് ആൻഡ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. അത് ചൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. സോ അത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ DMO ചെയ്യുക, ഗൈഡ് എന്ന് പറഞ്ഞ് DMO അല്ലെങ്കിൽ കമന്റോ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അതിൻ്റെ ഒരു ഡോക്യുമെന്റ്. ഇനി എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ എസ്പെഷ്യലി വർക്കിനൊക്കെ വേണ്ടി വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നാട്ടിൽ നിന്നുകൊണ്ട് ജപ്പാനിലോട്ട് ഡിഫറെന്റ് ജോബ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും ഒരു ഏജൻസിയുടെയും ഒരു സഹായവും ഇല്ലാതെ ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് ജപ്പാനിലോട്ട് എങ്ങനെ വരാൻ പറ്റുമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ വെച്ചിട്ട്. സോ അതും വേണ്ടവരും ഈ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ എൻ്റെ DMO ചെയ്യുക, ഗൈഡ് എന്ന് പറഞ്ഞ് DM ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും.